ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. കോക്കോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്. ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് 1 വീക്കിൽ തന്നെ ആദ്യമേ നേരിട്ടൊരു കാര്യമാണ് ഹെയർ ഫോളും ഡാൻഡ്രഫും. ആദ്യം അത് മൈൻഡ് ആക്കിയിട്ടേ ഇല്ല. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേനും സീരിയസ് ആകാൻ തുടങ്ങി. നല്ലതുപോലെ കുഴയാൻ തുടങ്ങി. കൈ തലയിൽ വെക്കുമ്പോൾ തന്നെ മുടി നല്ലതുപോലെ നമ്മുടെ കയ്യിൽ വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് പ്രശ്നം വന്നു തുടങ്ങി. തല നിറച്ച് താരനായി, നെറ്റി കയറാൻ തുടങ്ങി. നെറ്റി കയറി തുടങ്ങിയത് നെറ്റിയുടെ 4 ചുറ്റും ചെറിയ ചെറിയ കുരുക്കളായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഭയങ്കരമായി ടെൻഷനാവാൻ തുടങ്ങി. അപ്പോൾ ആ ടെൻഷനൊന്നും എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? നമുക്ക് ഇവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ വേണം. ഈ പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ഹൗസ് മെയ്ഡ്സും ഹൗസ് വർക്കറും ലേബർ ജോലിക്കാരും ഡ്രൈവർമാരൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒന്ന് പ്രൈവറ്റിൽ പോയി കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കും പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ വെച്ചേ കാണുന്ന ഒരു വീഡിയോ, ഈ ഗ്ലാമി ഗംഗയുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണാറുണ്ട്. അതിലൊരു ഇൻ്റർവ്യൂവിൽ ഗ്ലാമി ഗംഗ പറയുന്നുണ്ട്, കടുക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൈരുമായിട്ട് ചേർത്ത് അരച്ച് തലയിൽ തേച്ചാൽ നല്ലപോലെ ഹെയർ ഫാള് മാറും എന്നാണ് പറഞ്ഞത്. ഹെയർ ഫാളും നല്ലപോലെ ഡാൻഡ്രഫ് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല നീറ്റലാണ്. അത് കുറച്ച് നേരം തലയിൽ വെക്കുമ്പോൾ തന്നെ നല്ല നീറ്റലാണ്. മുടി പെട്ടെന്ന് ഡ്രൈ ആകും. പക്ഷെ എന്നാലും ഞാൻ ഒരു 6 മാസത്തിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോഴത്തേനും താരം വലുതായിട്ട് കൂടാൻ തുടങ്ങി. ഒരു 6 മാസത്തിന് ശേഷം ഞാനിത് ചെയ്തു തുടങ്ങി. വീക്കിൽ 1 ടൈംസ് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള സമയത്ത് എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അത് വെച്ച് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഫ്രൈഡേ മാത്രം ഞാൻ കടുക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൈരുമായിട്ട് അരച്ച് തലയിൽ തേച്ചൊരു 20 മിനിറ്റ് നിൽക്കും. അങ്ങനെ ഞാൻ കഴുകിക്കളയും. പക്ഷെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അതിന് മുന്നേ കണ്ട് ചെയ്തിട്ടൊന്നും എനിക്കതൊന്നും അത്ര എഫക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഗ്ലാമി ഗംഗയുടെ ഇത് മാത്രം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ അല്ല, ഡാൻഡ്രഫ് കുറഞ്ഞു. കാരണം ഡാൻഡ്രഫ് ഒന്ന് കുറഞ്ഞാൽ മാത്രമേ ഹെയർ ഫോൾ കുറയത്തുള്ളൂ എന്നറിയാം. അപ്പോൾ ഡാൻഡ്രഫ് കുറേ കുറഞ്ഞുമായിരുന്നു. ഇപ്പം എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞു തുടങ്ങി. ഇപ്പം ഹെയർ ഫോൾ അങ്ങനെ വലുതായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം പൂർണ്ണമായിട്ട് മാറും എന്നല്ല പറയുന്നത്, നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കാൻ പറ്റും. നമുക്കൊന്ന് കൺട്രോൾ ആവും. ഒരു മാനസികമായിട്ടൊന്ന് നമുക്കൊന്ന് ആശ്വാസമാവും. ഒന്ന് കുറയുന്നുണ്ടല്ലോ, ഡാൻഡ്രഫ് കുറയുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നവരുണ്ട് പ്രവാസികളായി. അപ്പം അവരൊക്കെ ഇത് കാണുവാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് പറയാനായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇനിയുള്ള വീഡിയോസുകൾ എല്ലാവരും കാണുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.